വാട്സപ്പിലെ 2 പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ, എങ്ങനെയാണ് ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായി വന്ന 2 അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ 2 അപ്ഡേറ്റുകൾ പരിചയപ്പെടുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ ഈ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും. നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്താൽ ഈ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയും തുടർന്ന് ആ നോട്ടിഫിക്കേഷനിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ആദ്യമായി പരിശോധിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഏറ്റവും അവസാന ഭാഗത്ത് ഇതുപോലൊരു സിമ്പിൾ കാണാൻ സാധിക്കും. അതായത് നമുക്ക് രണ്ടാമത്തെ ലൈനിലേക്ക് നമ്മൾ ടെക്സ്റ്റ് മാറ്റാൻ സാധിക്കുന്ന ഈ ഒരു സിമ്പിൾ, ഇതുപോലെ നമുക്ക് സ്റ്റെപ്പായിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു സിമ്പിൾ ഇപ്പോൾ അടുത്ത കാലത്തായി വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ നമുക്ക് ലഭ്യമല്ല. ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ചെയ്യുന്ന മെസ്സേജുകൾ നമുക്ക് നേരിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിമ്പിളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ രണ്ടാമതൊരു ലൈനിലേക്ക് നമുക്ക് ടെക്സ്റ്റ് കൊണ്ടുവരാൻ നമുക്ക് ഇതുപോലെ സ്പൈസ് ഇട്ടുകൊണ്ട് ടെക്സ്റ്റ് രണ്ടാമത്തെ ലൈനിലേക്ക് കൊണ്ടുവരേണ്ടി വരും. എന്നാൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മുടെ വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന സെറ്റിങ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ചാർട്ട്സ് എന്നൊരു ഭാഗം രണ്ടാമതായി കാണാൻ സാധിക്കും. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഏറ്റവും മുകളിൽ എൻ്റർ ഈസ് സെൻഡ് എന്ന് കാണുന്ന ഭാഗം നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ആയിരിക്കും. ഈ ഒരു പുതിയ അപ്ഡേറ്റ് വന്നത് മുതൽ വാട്സപ്പിൻ്റെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് കുറച്ച് ദിവസത്തോളമായി ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നു. ഈ ഒരു അപ്ഡേറ്റ് വന്നത് സാധാരണ എല്ലാവർക്കും ഇതുപോലെ എനേബിൾ ആയി കിടക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും. അതുപോലെ രണ്ടാമതായി നമുക്കുള്ളൊരു പ്രശ്നം, ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ നമ്മുടെ മൊബൈലിലേക്ക് നിരവധി മെസ്സേജുകൾ സെൻഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് കാണാനാകും. എന്നാൽ അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ വ്യക്തികളോ ആരെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുമില്ല. ഇത്തരം ഘട്ടത്തിൽ നമുക്ക് അത്തരം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണ്, ഒരു ദിവസം തന്നെ നിരവധി മെസ്സേജുകൾ സെൻഡ് ചെയ്ത് നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഗ്രൂപ്പോ നമുക്ക് കണ്ടെത്താനാകും. അത്തരം ഗ്രൂപ്പുകളിലുള്ള മെസ്സേജ് നമുക്ക് പൂർണ്ണമായി തിരഞ്ഞെടുത്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും. അതെങ്ങനെയെന്നാണ് നമ്മൾ രണ്ടാമതായി പരിശോധിക്കുന്നത്. അതിനായി നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് അവസാന ഭാഗത്ത് നിന്ന് മുകളിലായി നമുക്ക് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും മുകളിൽ യൂസേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ രണ്ടാമതായി കാണുന്ന സ്റ്റോറേജ് യൂസേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വാട്സപ്പിലേക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ അയക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏതൊരു ഗ്രൂപ്പിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് വന്ന് നമ്മുടെ ഡാറ്റ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് നഷ്ടപ്പെടുന്നത് നമുക്ക് സ്റ്റോറേജ് യൂസേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ചിലപ്പോൾ നമുക്ക് സ്റ്റോറേജ് നഷ്ടപ്പെട്ട് വളരെ പ്രയാസത്തിലായിരിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ മുഴുവൻ മെസ്സേജും ഡിലീറ്റ് ചെയ്യുന്നത് പ്രയാസമാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തി അയച്ച മുഴുവൻ മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ പ്രയാസമായിരിക്കും. എന്നാൽ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് യൂസേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരം വ്യക്തികളെ കണ്ടെത്തി അവർ എത്ര MBയോളം നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചു എന്നറിയാൻ ഇതിലൂടെ സാധിക്കും. അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്കതിനു വേണ്ടി ഇവിടെ സ്റ്റോറേജ് യൂസേജ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വാട്സപ്പിലുള്ള മുഴുവൻ വ്യക്തികളും, നമ്മളുമായി ചാറ്റ് ചെയ്ത മുഴുവൻ വ്യക്തികളും മാത്രമല്ല നമ്മുടെ വാട്സപ്പിലെ മുഴുവൻ ഗ്രൂപ്പുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ച് നിങ്ങൾ ഓരോ വ്യക്തി നമുക്ക് അയച്ച മെസ്സേജ് എത്ര MBയോളം നമ്മുടെ മൊബൈൽ സ്റ്റോർ ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും ഒരു ഗ്രൂപ്പ് 84 MBയോളം എൻ്റെ ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ വ്യക്തികളുടെയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ വ്യക്തികൾ എത്രത്തോളം MB എൻ്റെ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, അതായത് എൻ്റെ മൊബൈൽ സ്റ്റോറേജ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവരയച്ച മെസ്സേജുകളാണ് ഇങ്ങനെ നമുക്ക് MBയോളം കാണുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാൻ വാട്സപ്പ് ഗ്രൂപ്പുകൾ തിരഞ്ഞു പിടിക്കാനും അല്ലെങ്കിൽ അത്തരം വ്യക്തികളെ കണ്ടെത്താനും പ്രയാസമായിരിക്കും. ഇങ്ങനെ സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അത്തരം വ്യക്തികളെ ഇവിടെ വെച്ച് കണ്ടെത്തി അവരെ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത്
നമുക്കിവിടെ ഏറ്റവും അവസാന ഭാഗത്ത് കാണുന്ന ഫ്രീ അപ്പ് സ്പേസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് രണ്ടാമതായി കാണുന്ന ഡിലീറ്റ് ഐറ്റംസ് എന്ന് കാണുന്ന ഭാഗം ഇവിടെ 84 MB ഈ ഒരു ഗ്രൂപ്പിലൂടെ എൻ്റെ മൊബൈൽ സ്റ്റോറേജ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിലുള്ള മുഴുവൻ മെസ്സേജ് നമുക്ക് ഇവിടെ വെച്ച് ഡിലീറ്റ് ഐറ്റംസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ഏതെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ സ്റ്റിക്കറുകളോ ജിഫ് വീഡിയോസുകളോ അല്ലെങ്കിൽ വീഡിയോസുകളോ ഓഡിയോസുകളോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗം ഇതുപോലെ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഈ ഒരു ഗ്രൂപ്പിലെ മുഴുവൻ ഭാഗങ്ങളും ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എല്ലാം ഇതുപോലെ ടിക്ക് ചെയ്തുകൊണ്ട് താഴെ കാണുന്ന ഡിലീറ്റ് ഐറ്റംസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഡിലീറ്റ് സ്റ്റാർട്ട് മെസ്സേജ് എന്ന് കാണുന്ന ഭാഗം ടിക്ക് ചെയ്ത് താഴെ കാണുന്ന ക്ലിയർ മെസ്സേജസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും ഈ ഗ്രൂപ്പിലെ എല്ലാ വിവരങ്ങളും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓരോ വ്യക്തിയുടേതും നിങ്ങൾക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവസാന ഭാഗത്ത് ഫ്രീ അപ്പ് സ്പേസ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ഡിലീറ്റ് ഐറ്റംസ് എന്ന് കാണാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലിയർ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 2 പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു ഈ വാട്സപ്പിൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.